വെരി ബാഡ്. എന്താ പറു, ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയാൻ പോലും നിനക്ക് അറിയത്തില്ലേ 7ാം ക്ലാസ്സിൽ എത്തിയിട്ട്? അത് പിന്നെ ടീച്ചറെ ഞാൻ പേടിച്ചിട്ടാ. പേടിച്ചിട്ട് ഒന്നും അറിയത്തില്ല. വണ്ടിയാണല്ലേ. എവിടെ നിങ്ങളുടെ അമ്മ? ഒന്ന് വിളിച്ചേ. അയ്യോ ടീച്ചറെ, അമ്മയോട് പറയണ്ട, അമ്മ വഴക്ക് പറയും. അത് ശരി, ഇത്രയും ബുദ്ധിയില്ലാത്ത പിള്ളേരൊന്നും എനിക്ക് പഠിപ്പിക്കാൻ കഴിയില്ല. പ്രിയ, ചെന്ന് അമ്മയെ വിളിക്ക്. അമ്മ അമ്മ ടീച്ചറെ വിളിക്കുന്നു. എന്താ ടീച്ചറെ? അല്ല, നിങ്ങൾക്കൊന്നും ഒട്ടും വിവരം ഇല്ലാഞ്ഞിട്ടാണോ? നിങ്ങളുടെ മോളെ 7ാം ക്ലാസ്സിൽ എത്തിയിട്ടും ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയാൻ പോലും അറിയത്തില്ല. വളരെ മോശം തന്നെ. ഇത്രയും ബുദ്ധിയില്ലാത്ത പിള്ളേരെ ഞാൻ എന്റെ ജീവിതത്തിൽ പഠിപ്പിച്ചിട്ടില്ല. അയ്യോ ടീച്ചറെ, അത് അങ്ങനെയൊന്നുമില്ല. അവർക്ക് അത്യാവശ്യം അറിയൊക്കെ ചെയ്യും. പേടിച്ചിട്ടായിരിക്കും ചിലപ്പോ. ഞാൻ ഒരുപാട് കുട്ടികളെ കണ്ടിട്ടുള്ളതാ. വളരെ മോശം തന്നെ. ഇംഗ്ലീഷ് അറിയാതെ എങ്ങനെ ഈ കാലത്ത് സ്കൂളിൽ പോയിട്ട് എന്ത് കാര്യമുള്ളത്? എല്ലാം ഇംഗ്ലീഷിലല്ലേ പഠിക്കുന്നേ. പോരാത്തിന് ഇവര് CBSE സ്കൂളിലാണ് പഠിക്കുന്നത്. ഇവരൊക്കെ പാസ്സാക്കി വിട്ടവരെ വേണം പറയാൻ. ഭാവിയിലേക്ക് ഇനി അങ്ങോട്ട് ഇംഗ്ലീഷ് അറിയാത്ത കുട്ടികൾക്കൊന്നും ഒരു ജോലിയും കിട്ടത്തില്ല. അത് നിങ്ങൾക്കറിയോ? അല്ല ടീച്ചറെ, ഇവര് പഠിത്തത്തിൽ കുറച്ച് പിറകിലായതുകൊണ്ടാണല്ലോ ടീച്ചർ ട്യൂഷൻ വെച്ചത്. എല്ലാത്തിലും നല്ല മാർക്ക് വാങ്ങുന്ന പിള്ളേരും എല്ലാം അറിയുന്ന പിള്ളേരും ആണെങ്കിൽ ട്യൂഷൻ ടീച്ചർ ആവശ്യമില്ലല്ലോ ടീച്ചറെ. ചേച്ചി, ആ ട്യൂഷൻ ടീച്ചർ കാര്യത്തിൽ എന്തെങ്കിലും ഒന്ന് തീരുമാനിക്കും. എനിക്ക് വയ്യ അവരുടെ ക്ലാസ് ഇരിക്കാൻ. ഞാൻ അതിനെ പാറും ആലോചിച്ചോണ്ടിരിക്കുന്നത്. നമ്മൾ എന്താ ചെയ്യാ? എന്തൊരു വൃത്തിയുടെ സ്വഭാവം അവർക്ക്. അവരങ്ങ് നിർത്തി ഇൻസൾട്ട് ചെയ്യാം നമ്മളെ. അവർ പറയുന്നിട്ട് അമ്മ ഇന്നലെ ചീത്ത പറയുന്ന ഞാൻ വിചാരിച്ചേ. എന്നാലും എന്തായാലും ആ ടീച്ചർ മുന്നേ വെച്ച് അമ്മ നമ്മുടെ മാനം കാത്തു. പക്ഷെ ടീച്ചർ പോയി കഴിഞ്ഞതിന് ശേഷം അമ്മ എന്നെ ചീത്ത പറഞ്ഞു. അതെന്നെയും പറഞ്ഞു. എന്നാലും ടീച്ചർ മുന്നിൽ വെച്ച് അമ്മയൊന്നും പറഞ്ഞില്ലല്ലോ. ഭാഗ്യം. എന്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ട് ചേച്ചി. എന്താ ഐഡിയ? നാളെ ടീച്ചർ വരുമ്പോഴേ ഞാനൊരു സാധനം കുടിക്കാൻ കൊടുക്കും. അതിനുശേഷം പിന്നെ ടീച്ചർ വായ തുറക്കത്തുമില്ല, പിന്നെ ഇങ്ങോട്ട് വരത്തുമില്ല. അതെന്താ സാധനം പാറോ? അതൊക്കെ ഉണ്ട്, കണ്ടോ? എന്താ നാടി ഇത്ര കളിക്കാൻ? ഇംഗ്ലീഷ് അറിയത്തില്ലല്ലേ? ഇംഗ്ലീഷ് അറിയാതെ ഫൂൾസ് ആണല്ലേ നിങ്ങള്? ടീച്ചർ പറഞ്ഞത് മുഴുവനേ ഞാൻ കേട്ടായിരുന്നു. അതിന് നിനക്കെന്താടി? ടീച്ചറോടുള്ള ദേഷ്യം എന്നോട് തീർക്കാൻ നിൽക്കണ്ട. ഇംഗ്ലീഷ് പഠിക്കണമെങ്കിലേ എന്നോട് വന്ന പോരെ. അതിന് ട്യൂഷൻ ടീച്ചർ വെക്കണോ? അയ്യോ, ആർക്ക് വേണം നിന്റെ ഇംഗ്ലീഷ്? വേണേ എന്നോട് പറഞ്ഞാൽ മതി. നിങ്ങൾക്കറിയില്ല ഞാൻ അമേരിക്കയിൽ നിന്ന് വന്നാണ്. ഇംഗ്ലീഷേ, എല്ലാ ഇംഗ്ലീഷും എനിക്ക് അറിയാം. ഞാൻ 6 മാസമല്ലേ അമേരിക്കയിൽ നിന്നത്. എന്നെ പോലെ ബുദ്ധിയുള്ളവർക്ക് 6 മാസം ഒന്നും വേണ്ട. ജസ്റ്റ് ഒരു ആഴ്ച മതി ഇംഗ്ലീഷ് പഠിക്കാൻ. നോക്കെ എന്റെ മുന്നിൽ പോയിക്കോ. ഞാൻ അല്ലേ തന്നെ തലയ്ക്ക് പ്രാന്തിടിച്ച് നിൽക്കാണ്. അല്ല പാറു, എനിക്കൊരു ഐഡിയ. ഇവിടെ തല്ലി കൊല്ലുന്ന വല്ല കാര്യമാണെങ്കിലേ ഞാൻ കൂട്ടു നിൽക്കാം. അതല്ലടി പാറു, അമ്മ എന്തായാലും നമുക്ക് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വേണ്ടിയല്ലേ ട്യൂഷൻ ടീച്ചർ മെയിനായിട്ട് വെച്ചത്. അപ്പം നമുക്ക് ഈ മിലിമോൾ ഇംഗ്ലീഷ് പറഞ്ഞുതരും. അവൾ അമേരിക്കയിൽ നിന്ന് വന്നതുകൊണ്ട് അവൾക്ക് ടീച്ചറൊക്കെ നല്ല ഇംഗ്ലീഷ് അറിയാമെന്ന് പറഞ്ഞാലേ അമ്മ എന്തായാലും ട്യൂഷൻ ടീച്ചറോട് വരണ്ടെന്ന് പറയും. ട്യൂഷൻ ടീച്ചർക്ക് 3000 രൂപ അങ്ങ് കൊടുക്കണം. അപ്പം നമുക്കേ മിലിമോളെ വെച്ചൊരു കളി കളിച്ചാലോ? അയ്യടെ നല്ല ബുദ്ധി തന്നെ. എന്നിട്ട് വേണം ഈ പൊട്ടക്കളിന്റെ മുന്നിൽ നിന്നിട്ട് ഇംഗ്ലീഷ് പഠിക്കാനോ? വെറുതെ ഇരുന്നിട്ട് തന്നെ അവൾക്ക് എന്തൊരു അഹങ്കാരം. ഇനി നമ്മൾ അവളുടെ അടുത്തുനിന്ന് പഠിക്കാൻ കൂടെ പോയിട്ട് വേണം അവൾ നമ്മുടെ തല കയറി നരങ്ങാൻ. അവൾ അങ്ങനെ വല്ലതും ചെയ്താലേ അവൾക്കുള്ള പണി കൊടുക്കാൻ നമുക്ക് പറ്റൂലേ? അവൾക്ക് പണിയാനേ നമ്മുടെ അപ്പുകട തന്നെ ധാരാളാണ്. അതുകൊണ്ട് അവളെ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യേണ്ട പാറു. ആ ടീച്ചർ പോലെയല്ല. ടീച്ചർ എടുത്ത് നമ്മുടെ ഒരു കളി നടക്കൂല. അത് ചേച്ചി പറഞ്ഞത് ഒരു സൂപ്പർ ഐഡിയ. പിന്നെ അമ്മ സമ്മതിക്കോ? വഴിയുണ്ടാക്കാം. ഇന്നിനിയിപ്പോ എന്താണാവോ കറി വെക്ക? ചിക്കൻ വാങ്ങാൻ പറഞ്ഞാലോ? അമ്മേ, എന്താ രണ്ടും കൂടെ അടുക്കളയിലേക്ക്? അമ്മേ, ഞങ്ങൾ കാരണം അമ്മയ്ക്ക് ഒരുപാട് പൈസ നഷ്ടമുണ്ടല്ലേ? ഇങ്ങനെ എന്താ പൈസ എടുത്ത് എന്താ ബിസിനസ് എന്താ തുടങ്ങാൻ പോയോ? അതല്ല അമ്മേ, ട്യൂഷൻ വെച്ചില്ലേ അമ്മ. ഞങ്ങൾ നല്ലോണം പഠിക്കായിരുന്നെങ്കിൽ അമ്മയ്ക്ക് 3000 രൂപ ചെലവാവില്ലായിരുന്നല്ലോ. അതിന് നിങ്ങൾ നല്ലോണം പഠിക്കുന്നില്ലല്ലോ. ഞങ്ങൾ ഇനിയോട്ട് നല്ലോണം പഠിച്ചോളാം അമ്മേ. അത് ശരി, ട്യൂഷൻ വേണ്ടാന്ന് പറയാനായിരിക്കില്ലേ? ആ ടീച്ചറെ ഇഷ്ടപ്പെട്ടാണില്ല. എനിക്ക് അപ്പോഴേ അറിയായിരുന്നു നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു വരുമെന്ന്. അയ്യോ അമ്മ, അതൊന്നും അല്ല. ഞങ്ങൾക്ക് ഇംഗ്ലീഷ് ഒട്ടും അറിയില്ലാത്തോണ്ടല്ലേ അമ്മ ട്യൂഷന് വെച്ചത്. അമ്മ, ആ ടീച്ചർക്ക് ഇംഗ്ലീഷ് വലിയ ഐഡിയ ഒന്നും ഇല്ല. പിന്നെ അമ്മേന്റെ പൈസ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു ഐഡിയ പറഞ്ഞുതരാം. അതെന്താ ഐഡിയ? ട്യൂഷൻ നിർത്തുക എന്നുള്ള ഐഡിയ വെച്ച് വേറെ എന്ത് പറഞ്ഞു? അമ്മേ, നമ്മുടെ നാട്ടിൽ ഇംഗ്ലീഷ് നല്ല ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കുന്ന ആൾക്കാർ വളരെ കുറവാ. പുറത്ത് ജനിച്ച് വളർന്നവരൊക്കെയാണ് ഈസി ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുക. അല്ലാത്ത ആൾക്കാർക്ക് ഇംഗ്ലീഷ് നല്ലോണം പറയണമെങ്കിലേ ഇങ്ങനെ ട്യൂഷൻ ടീച്ചർ വെച്ചിട്ടൊന്നും കാര്യമില്ല. അത് നല്ലോണം ഇംഗ്ലീഷ് അറിയുന്ന ആരെങ്കിലും പഠിപ്പിച്ചു തരണം. അല്ലെങ്കിൽ അവർ നല്ലോണം ഇംഗ്ലീഷ് അറിയുന്ന പുറത്തുനിന്ന് വന്ന ആരെങ്കിലും നമ്മളോട് ഇംഗ്ലീഷിൽ എപ്പോഴും സംസാരിക്കണം. എന്നാൽ തനിയെ നമ്മുടെ ഇംഗ്ലീഷ് മെച്ചപ്പെടുന്ന ഞങ്ങളുടെ ടീച്ചർ എപ്പോഴും പറയാറ്. അതിനിപ്പോ നമ്മൾ എന്ത് ചെയ്യും? ഈ ടീച്ചർക്ക് അത്യാവശ്യം ഇംഗ്ലീഷ് ഒക്കെ അറിയാലോ. ഇല്ല അമ്മ, ഈ ടീച്ചർക്ക് ഒരു ഒന്നും അറിയത്തില്ല. ഇംഗ്ലീഷിലൊന്നും അല്ലല്ലോ ടീച്ചർ ഞങ്ങളോട് സംസാരിക്കുന്നേ. അത് ശരിയാ, ഇംഗ്ലീഷിലൊന്നല്ല സംസാരിച്ചത്. പിന്നെ എങ്ങനെയാ ഞങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുക? അല്ല, ഇനിയിപ്പോ എന്ത് ചെയ്യാൻ നിങ്ങൾ പറയുന്നു? അമ്മേ, മിലിമോൾ അമേരിക്കയിൽ നിന്ന് വന്നാലേ അവൾക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാം. അപ്പോൾ അവളെടുത്ത് ഞങ്ങളോട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറഞ്ഞാലേ ഞങ്ങൾ ഇങ്ങനെ തനിയെ ഓട്ടോമാറ്റിക് ആയിട്ട് പഠിച്ചോളൂലേ? അതിന് നിങ്ങളും മിലിമോളും തമ്മിൽ കാണുമ്പോൾ തന്നെ അടിയല്ലേ? അല്ല അമ്മേ, മിലിമോള് ഞങ്ങളെടുത്ത് വന്ന് പറഞ്ഞതാ. ആ ടീച്ചർക്ക് ഒന്നും അറിയത്തില്ല, നിങ്ങൾക്ക് ഇംഗ്ലീഷ് വേണമെങ്കിലേ അവള് നന്നായിട്ട് പഠിപ്പിച്ചു തരാന്ന് പറഞ്ഞു. അവൾ അങ്ങനെ പറഞ്ഞോ? പറഞ്ഞമ്മേ. അത് കേട്ടിട്ടാ ഞങ്ങൾ എന്നാ പിന്നെ അമ്മേന്റെ പൈസ വെറുതെ കളയണ്ടല്ലോ എന്ന് കരുതി ഇങ്ങോട്ട് വന്ന്. എന്നാല് ഞാനൊന്ന് നോക്കട്ടെ അവളുടെ ക്ലാസ് എങ്ങനെ ഉണ്ടെന്ന്.
നിങ്ങൾ മെച്ചപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ ട്യൂഷൻ ടീച്ചറോട് വരണ്ടെന്ന് പറഞ്ഞേക്കാം. വെറുതെ 3000 റുപ്യ ഞാൻ കളയുന്നത്. പറഞ്ഞ പോലെ മിലിമോൾ അമേരിക്കയിൽ നിന്നോണ്ടേ ഓക്കെ എന്തായാലും നല്ലോണം ഇംഗ്ലീഷ് പറയാൻ നിൽക്കണ്ടാവും. ചെല്ലുന്ന കുറച്ചേരം ഓളെടുത്ത് പോയിരുന്ന് എന്തെങ്കിലും പഠിച്ചിട്ട് വാ. ഞാനൊന്ന് നോക്കട്ടെ. ശരി അമ്മ. സംഗതി ഏറ്റു. വേഗം വിട്ടാ ചേച്ചി. പിള്ളേർക്ക് നല്ല ബുദ്ധി വെച്ചെന്ന് തോന്നുന്നു. ഇനിയിപ്പോ ആ ടീച്ചറെ ഓടിക്കാനുള്ള വേല എന്തോ ആയിരിക്കോ? ഓ എന്റെ പിള്ളേരായതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല. നല്ല അടിപൊളി സ്ഥലം തന്നെ ഇത്. അമേരിക്കയിലൊന്നും ഇത്രയും ഭംഗിയുള്ള സ്ഥലം ഇല്ലല്ലോ. ചുമ്മാതല്ല ആ പാറും പ്രിയയും എപ്പോഴും അമ്മയുടെ വീട്ടിൽ പോണെന്ന് പറഞ്ഞ് തുള്ളുന്നത്. ആ മിനിമോളെ, നീ എവിടെ വന്നിരിക്കായിരുന്നോ? നിന്നെ ഞങ്ങൾ എവിടെയെല്ലാം അന്വേഷിച്ചെന്നറിയോ? എന്താ എന്തിനാ അന്വേഷിച്ചത്? അത് പിന്നെ മിനിമോള് നേരത്തെ പറഞ്ഞില്ലേ ഞങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിപ്പിച്ചതാണ്. അത് നിങ്ങൾ അപ്പൊ തന്നെ വേണ്ടാന്ന് പറഞ്ഞില്ലേ? പക്ഷെ ഞങ്ങൾ പിന്നീട് ആലോചിച്ചപ്പോഴേ മിനിമോള് ഇംഗ്ലീഷ് പഠിപ്പിച്ചിരുന്ന തന്നെയാ നല്ലത് ഞങ്ങൾക്ക് തോന്നി. ഓ അതെന്താ നിങ്ങൾക്ക് പെട്ടെന്ന് അങ്ങനെയൊന്ന് തോന്നാൻ? അത് പിന്നെ മിനിമോളെ, ആ ടീച്ചർക്ക് ഇംഗ്ലീഷ് ഒട്ടും അറിയത്തില്ല. അവർ ഞങ്ങളോട് മലയാളത്തിലല്ലേ സംസാരിച്ചേ. മിനിമോൾ അത് കേട്ടില്ലേ? ഞാൻ കേട്ടു. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞേ ആ ടീച്ചർക്ക് ഒന്നും അറിയത്തില്ല, ഞാൻ പഠിപ്പിച്ചതാണ്. അപ്പൊ നിങ്ങൾക്ക് വലിയ പോസായിരുന്നല്ലോ. ഞങ്ങൾ പിന്നെ ആലോചിച്ചപ്പോഴാ ഞങ്ങൾക്ക് അത് മനസ്സിലായത്. ഞാൻ ദക്ഷിണ വെച്ച് തുടങ്ങിക്കോ. ദക്ഷിണയാ? എന്താ ദക്ഷിണ? എനിക്ക് ഗുരുദക്ഷിണയായിട്ടെ 1 ഗ്ലാസ് പാലും 1 പുഴുങ്ങിയ മുട്ട എടുത്തോണ്ട് വാ പൊളിച്ച് നിൽക്കാതെ പോയി 1 ഗ്ലാസ് പാലും മുട്ട എടുത്തോണ്ട് വരെ. ഇതെന്ത് ദക്ഷിണ? ഇനി ഞാൻ ഇവിടെ കിടന്നൊന്ന് സുഖിക്കും. നാശം പിടിച്ച പിള്ളേർ എന്റെ ഉരുളി വെച്ചിട്ട് അവരുടെ ഒരു കുളി. ഇതിനിപ്പോ ഞാൻ എവിടെ ഈശ്വരം ഒന്ന് ഒളിപ്പിച്ച് വെക്ക? എവിടെ കൊണ്ടുവച്ചാലും ആ മരുന്ന് പിള്ളേർ എടുത്തോണ്ട് പോകും. ഇന്നാളെ വെച്ച പോലെ കട്ടിലിന്റെ അടിയിൽ വെച്ചാൽ ഞാൻ ഉറങ്ങുന്ന സമയത്ത് അവരെടുത്തോണ്ട് പോകും. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഓ എന്റെ സമാധാനം കളഞ്ഞു. തൽക്കാലം ഇതിവിടെ താഴെ ഇറക്കി വെക്കാം. നല്ല കനം. ഒരു ഐഡിയ ഉണ്ട്. എന്നോടാ അവരുടെ കളി. ഇനി എന്റെ ഉരുളി ആരും കൊണ്ടുപോവില്ല. അയ്യോ അമ്മമ്മയ്ക്ക് എന്ത് പറ്റി? അമ്മമ്മേ അമ്മമ്മേ എന്ത് പറ്റി അമ്മമ്മേ? എന്താ മോളെ? അല്ല അമ്മമ്മ എന്താ ഈ ഉരുളിന്റെ മോളിൽ കയറി കിടക്കുന്നേ? എന്ത് പറയാൻ എന്റെ മോളെ, എന്റെ കണ്ണ് തെറ്റിയ സമയത്തെ ആ പിള്ളേർ എന്റെ ഉരുളി എടുത്തോണ്ട് പോയിട്ടേ ആ കുരുത്തം കെട്ട ചെക്കന് സ്വിമ്മിംഗ് പൂൾ കളിപ്പിക്കായിരുന്നു ഇതില്. അത് കണ്ടപ്പോണ്ടല്ലോ എന്റെ ചങ്കങ്ങ് പെടഞ്ഞു പോയി. ഇനിയിപ്പോ ഞാൻ ഇത് എവിടെ വെച്ചാലും അവരെ എടുത്തോണ്ട് പോകും. അതുകൊണ്ട് ഞാൻ ഇനി മുതൽ ഇതില്ല കിടത്തും ഇരുത്തും ഒക്കെ. അയ്യേ അമ്മമ്മയ്ക്ക് എന്താ പ്രാന്തായോ? ഉരുളിയിൽ കിടന്ന് ഉറങ്ങാനോ? ഇതിൽ കിടന്നുറങ്ങാനേ നല്ല സുഖമുണ്ട് മോളെ. മോള് വേണമെങ്കിൽ ഇവിടെ കിടന്നോ. നമ്മള് രണ്ടുപേരും കൂടി അന്ന് ഇതിലല്ലേ എന്തായാലും ആ വെള്ളത്തിൽ കൂടെ ഒക്കെ പോയത്. ഈ ഉരുളിയിലെ നമ്മളെ രക്ഷിച്ചത്. പിന്നെന്താ ഇതിൽ കിടന്നുറങ്ങിയാല്? അമ്മമ്മ തനി അങ്ങ് കിടന്നുറങ്ങിയാ മതി. എന്തായാലും അമ്മമ്മ ഇവിടെ കിടക്കുന്നോണ്ടേ ആ കട്ടിലിൽ എനിക്ക് ഒറ്റയ്ക്ക് വിശാലായിട്ട് കിടക്കാലോ. അത് മതി. ഈ അമ്മമ്മന്റെ ഒരു കാര്യം. ഒരു സുഖമില്ലല്ലോ ചേച്ചി. ഞാനും അതാ ഓർത്തെ. ഇന്ന് മാത്രം എന്താ അമ്മേന്റെ അടുത്ത് കിടക്കണമെന്നൊരു പൂതി. അവന് ചെറുതായിട്ട് പനിക്കുന്നുണ്ടല്ലോ, അതായിരിക്കും. എന്നാലും നമുക്ക് 3 കൂടി കെട്ടിപ്പിടിച്ച് കിടന്നാൽ മതിയായിരുന്നു. എന്തൊരു മഴയല്ലേ പാറു പുറത്ത്. ഈ മഴ എന്താ നിക്കാത്തെ? മഴക്കാലല്ലേ ചേച്ചി? മഴക്കാലത്ത് ഇങ്ങനെ തന്നെയല്ലേ മഴ പെയ്യാ? ആണ്. എന്നാലും രാത്രി കിടക്കുന്ന സമയത്ത് ഇങ്ങനെ മഴ പെയ്യേ ഇടി മിന്നലിന്റെ ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ ഒരു പേടി എനിക്ക് നല്ല പേടിയുണ്ട്. അപ്പുക്കുട്ടൻ നടുക്ക് കിടക്കുമ്പോൾ ഒരു ധൈര്യമായിരുന്നു. തണുക്കുന്നുണ്ട്. ഞാനാണെ പുതപ്പെടുത്തില്ലല്ലോ. പാറ ഈ ഇവിടെ കിടക്കട്ടോ. ഞാനേ ആ ഷെൽഫിൽ നിന്ന് ബ്ലാങ്കറ്റ് എടുക്കട്ടെ, ഇല്ലെങ്കിൽ നമ്മള് തണുത്ത് മരവിച്ചു പോവും. മഴ വരുന്ന പോലെ ഉണ്ടല്ലോ. ഇവിടെ ഇരുന്ന മൊത്തം നനയും, അത് ഉറപ്പാ. എത്രയും പെട്ടെന്ന് പിള്ളേരുടെ വീട്ടിലെത്താം. ഇന്നും അവരെ കെട്ടിപ്പിടിച്ച് തന്നെ ഉറങ്ങാം. രണ്ടും കൂടെ സുഖിച്ച് കിടന്ന് ഉറങ്ങാണല്ലേ. ഇന്ന് രണ്ടുപേരുടെ നടുക്ക് കിടക്കാം. അപ്പൊ നല്ല ചൂട് കിട്ടും.